കേരളത്തിലെ പ്രമുഖമായ സ്വകാര്യ ആശുപത്രികളിലെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇഡിയുടെ അതിശക്തമായ റെയ്ഡ് നടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ പ്രമുഖമായ എല്ലാ മാധ്യമങ്ങളിലും ഒരേ സ്വരത്തിൽ മുറ തെറ്റാതെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്തകൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സുകൾ ഉൾപ്പെടെയെല്ലാം വരുന്നത് പൊതുജനങ്ങൾ വലിയ രീതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സുപ്രധാന ചോദ്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വലിയ ചാനലുകൾക്കൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾക്കും എന്തുകൊണ്ടാണ് ആ സ്വകാര്യ ആശുപത്രികളുടെ പേരുകൾ പറയാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യമെന്നത്. എന്തുകൊണ്ടാണ് ആ പേരുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ അവർ ഭയപ്പെടുന്നത്? ഈ ചോദ്യത്തിന് പിന്നിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്, വലിയൊരു കറുത്ത സത്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങളാവട്ടെ അല്ലെങ്കിൽ പത്രങ്ങളായിക്കോട്ടെ, അവരെല്ലാം പിടിച്ചു നിൽക്കുന്നത് അത് തന്നെ ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പരസ്യപ്പണം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. കോടികളുടെ പരസ്യം നൽകുന്ന ഇത്തരം വൻകിട സ്ഥാപനങ്ങളെ പിണക്കാൻ അവർക്ക് ധൈര്യവുമില്ല, അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസിംഗ് ടീം അതിന് സമ്മതിക്കുകയുമില്ല. ഇത്തരം വീട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ മാധ്യമ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പിന്നീട് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് വലിയ തരത്തിൽ ചില പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ പേരുകൾ പിന്നീട് പറയാനുള്ള ധൈര്യമുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ആ സാഹചര്യത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ ചില സ്ഥാപനങ്ങളുടെ പേരുകൾ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ പേരുകൾ പറയാറുണ്ട്. അങ്ങനെ ജനങ്ങളത് അറിയാറുമുണ്ട്. ഇത്തരം ചില മാധ്യമങ്ങൾ വന്നതിന് ശേഷമാണ് പ്രമുഖ മാധ്യമങ്ങൾ പോലും പേര് പറയാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ മാധ്യമ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും ഇത്തരക്കാരുടെ കൊള്ളരുതായ്മകളുടെ വിവരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പുറത്തുവിടാൻ തുടങ്ങുന്നത് തന്നെയാണ് നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കാൻ. മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടെയും അതുപോലെ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണിതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ആശുപത്രിയിൽ ഇഡി റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം കേട്ടയുടൻ തന്നെ കൃത്യമായ ഔദ്യോഗിക തെളിവുകളില്ലാതെ അവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് വലിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ഭയവും ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ സ്വാധീനമുള്ള കോടിക്കണക്കിന് രൂപയുടെ മൾട്ടിനാഷണൽ കമ്പനികളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ തടിച്ച് കൊഴുത്തു നിൽക്കുമ്പോൾ അവർക്കെതിരെ വാർത്ത കൊടുത്താൽ അവർ നമ്മളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ഏറ്റവും അധികം കേസ് കൊടുത്ത് കോടതി കയറ്റിയിരിക്കുന്നത് മറ്റാരുമല്ല, ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയുടെ മുതലാളിമാർ തന്നെയാണ്. പാവപ്പെട്ട നഴ്സുമാരുടെ ന്യായമായ സമരത്തെ മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇവർക്ക് മാധ്യമങ്ങളോട് ഇത്ര വലിയ ശത്രുത വരുന്നത്. ഇത്തരം പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ എത്തിപ്പെടുന്ന നിസ്സഹായരായ സാധാരണ മനുഷ്യരായ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ആ കൊലപാതകം നടത്തിയ നിയമത്തിന് മുന്നിൽ നിന്നും ഈ മെഡിക്കൽ മാഫിയകൾ വളരെ എളുപ്പത്തിൽ രക്ഷിച്ചെടുക്കാറുമുണ്ട്. അതിനെതിരെ സത്യസന്ധമായി ശബ്ദമുയർത്തുന്നതാണ് ഇവർക്ക് മാധ്യമങ്ങളോട് ഇത്ര വലിയ പക ഉണ്ടാകാനുള്ള കാരണവും. ഇത്തരം പല കൊലപാതകങ്ങളും പകൽക്കൊള്ളകളോടും ജനങ്ങളോട് തുറന്നു പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരിൽ പല ആശുപത്രികളും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് കോടതികളിൽ നിന്നും ഇഞ്ചക്ഷൻ ഓർഡറുകൾ സമ്പാദിച്ചു വെച്ച് മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ നോക്കുക കൂടിയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സത്യം വിളിച്ചു പറഞ്ഞതിൽ നിന്നും മാധ്യമപ്രവർത്തനം എന്ന വലിയ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒട്ടും ലക്ഷ്യമില്ല എന്ന് തന്നെ ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. ഒരാൾ മറച്ചു വെച്ചാൽ മറ്റൊരാൾ കൃത്യമായി മാധ്യമ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൃത്യമായി ഇത് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, കേരളത്തിലെ പല പഞ്ചനക്ഷത്ര ആശുപത്രികളിലും മനുഷ്യത്വരഹിതമായ വലിയ അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി വലിയ രീതിയിൽ വാർത്തകൾ വരുന്നുമുണ്ട്. അതിനെ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴിതാ ഇത്തരം കോർപ്പറേറ്റ് ആശുപത്രികളിൽ കേന്ദ്ര ഏജൻസിയായ ഇഡി നേരിട്ടിറങ്ങി വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തുന്നത്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഇഡി റെയ്ഡ് നടത്തുന്നതിൻ്റെ കൃത്യമായ ഔദ്യോഗിക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇഡി ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കൃത്യമായ അന്വേഷണത്തിൽ എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും കോർപ്പറേറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ഇഡിയുടെ ശക്തമായ റെയ്ഡ് നടക്കുന്നു എന്നുള്ള കൃത്യമായതും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എറണാകുളത്തെ വൻകിട മെഡിക്കൽ സിറ്റികളിൽ ഒന്നിൽ റെയ്ഡ് ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടുമില്ല. എറണാകുളത്തിന് പുറത്ത് കോട്ടയം അടക്കമുള്ള കേരളത്തിലെ പലയിടങ്ങളിലും വലിയ തോതിൽ ഇഡി റെയ്ഡ് നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അവയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ പറയാൻ പറ്റിയ നിർവാഹവുമില്ല. ഇതിൽ എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രി അധികാരികൾ മാത്രമാണ് ഒരു വിശദീകരണമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്നും ഞങ്ങൾ ഇതുവരെ ഒരു തരത്തിലുള്ള അനധികൃത അവയവ കച്ചവടം നടത്തിയിട്ടില്ല എന്നും
അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഈ അവയവം കൈമാറാൻ ഞങ്ങൾ നിയമപരമായി അനുമതി കൊടുത്തിട്ടുള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞങ്ങൾ തന്നെ ദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും ബന്ധുത്വം കൃത്യമായി സ്ഥിരീകരിക്കാറുണ്ടെന്നും അതിനുശേഷം മാത്രമേ ശസ്ത്രക്രിയകൾ ചെയ്യാറുള്ളൂ എന്നും അതുകൊണ്ട് അവയവദാനം നടക്കുന്ന സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും പരിശോധന നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും പ്രമുഖ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഈ കേസിൽ ഏറ്റവും വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നത് എറണാകുളത്തെ ഒരു പ്രമുഖ കായലോര കോർപ്പറേറ്റ് ആശുപത്രിയാണ് എന്നുള്ളതാണ്. ഈ പ്രമുഖ ആശുപത്രിയിൽ നിന്നും അവയവ കച്ചവടത്തിൻ്റെ ഇടനിലക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘവുമായി അടുത്ത ബന്ധമുള്ള ഒരു വിശ്വസ്ത സ്ഥലത്തു നിന്നും നമുക്കും വെളിപ്പെടുത്തലുണ്ടാകുന്നത് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇനിയേ അറിയാനും കഴിയുള്ളൂ. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രത്യേക പ്രസ് റിലീസിലൂടെ പുറത്തുവിടുമെന്നും റെയ്ഡ് നടത്തിയ കൃത്യമായ ഇടങ്ങളുടെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ലഭിക്കുന്ന മുറയ്ക്ക് വളരെ വിശദമായ രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ വിവരങ്ങൾ അറിയാനും കഴിയും. ഇവിടെ 2-3 കാര്യം കൂടി നമ്മൾ പൊതുസമൂഹത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി വലിയ പുഷ്ടകാലമാണ്. അതായത് അവർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ തണലിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ നാഥനില്ലാതായി നശിച്ചുപോയതും പകരമായി സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ തടിച്ചു കൊടുത്തതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാണ് ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ മാറി മാറി ചാനലുകളിലും പത്രങ്ങളിലും വലിയ പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഓരോ ആശുപത്രിയും അവരുടെ മഹത്വത്തെക്കുറിച്ചും അത്യാധുനിക സൗകര്യങ്ങളെക്കുറിച്ചും വലിയ പരസ്യങ്ങൾ നൽകി ജനങ്ങളെ ആകർഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ കിടപ്പാടം വിറ്റും കടം വാങ്ങിയും ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം വലിയ കോർപ്പറേറ്റ് ആശുപത്രികളിൽ ചെന്ന് കയറുകയും പക്ഷേ അവിടെ ഒരാളുടെയും ജീവൻ സുരക്ഷിതമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും വേണം. അവിടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അഥവാ ചികിത്സാ പിഴവ് ഉണ്ടായി നമുക്കൊരു മരണം സംഭവിച്ചാൽ പോലും ആശുപത്രി രേഖകളെല്ലാം കൃത്യമായി തിരുത്തി അവർ വളരെ എളുപ്പത്തിൽ നിയമത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. പാവപ്പെട്ട രോഗിയുടെ ബന്ധുക്കൾക്ക് പരാതിയുമായി പോകാൻ ഒരു തെളിവും അവർ ബാക്കിയും വെക്കില്ല. ഇനി ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും പരാതിപ്പെടുകയും ചെയ്താലും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് മെഡിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ഈ എക്സ്പെർട്ട് കമ്മിറ്റികളിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ഇതേ ഡോക്ടർമാരാണ്. ഇവരെല്ലാം IMA എന്ന ശക്തമായ ഡോക്ടർമാരുടെ സംഘടനയിലെ അംഗങ്ങളുമാണ്. ഇവർ ഒരിക്കലും സ്വന്തം സംഘടനയിലുള്ള മറ്റൊരു ഡോക്ടറെ ഒറ്റുകൊടുക്കാൻ തയ്യാറുമാവില്ല. അതുകൊണ്ട് തന്നെ അവിടെയും പാവപ്പെട്ടവന് നീതി ലഭിക്കില്ല. അങ്ങനെ കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ വെച്ച് കളിച്ച് കോടാനുകോടി രൂപ ഉണ്ടാക്കിക്കൊടുത്ത് തഴിച്ചു കൊടുത്ത് വളരുമ്പോഴും അവർക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാകാറുമില്ല. ക്യാൻസർ രോഗമില്ലാത്ത പാവപ്പെട്ട ഒരു സ്ത്രീയുടെ സ്ഥലം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിൽ കോട്ടയത്തെയും എറണാകുളത്തെയും ചില പ്രമുഖ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഡോക്ടറെ കുറിച്ച് കൃത്യമായ തെളിവുകളോടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാധ്യമ ഓഫീസുകളിൽ പോലും കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്താൻ നോക്കിയവരാണ് ഈ ആശുപത്രി സംവിധാനങ്ങളെന്ന് നമ്മൾ ഓർക്കുക കൂടി വേണം. അങ്ങനെയാണ് ഈ നാട്ടിൽ മെഡിക്കൽ മാഫിയകളെ ഭയപ്പെടുത്തി തഴിച്ചു കൊടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളും അതിൽ തന്നെ ഈ പരസ്യകാശിന് വേണ്ടി പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം ഈ മാഫിയക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് പതിവുമാണ്. അവിടെ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്താനും വലിയൊരു ഫലപ്രാപ്തി വേണമെന്നുള്ള ഈ അവയവ മാഫിയയുടെ EDയുടെ ഇപ്പോഴത്തെ യുദ്ധപ്രഖ്യാപനത്തെ നമ്മൾ കാണുകയും വേണം. കാരണം അവിടെ പരസ്യത്തിന് വേണ്ടിയിട്ട് വലിയ പ്രമുഖ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ പേരുകൾ പറയാതിരിക്കുമ്പോഴും ചില ഓൺലൈൻ മാധ്യമങ്ങൾ മനഃപൂർവ്വം പേര് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുമുണ്ട്. ഇവിടുത്തെ ആലുവ ഇടത്തല കേന്ദ്രമാക്കി കല്ലട മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കള്ളസ്ഥാപനം നടത്തുന്ന സാഹചര്യമുണ്ടായി. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബ് കല്ലട എന്ന പ്രധാന ഇടനിലക്കാരൻ്റെ ഓഫീസിലും വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തുന്നതോടെയാണ് ഈ വലിയ അവയവ കച്ചവടത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആദ്യമായി ലോകമറിയുന്നത്. ഈ പറയുന്ന കല്ലട നജീബ് ഒരു സാധാരണക്കാരനുമല്ല. അയാൾ ഒരു കൊടും ക്രിമിനൽ കൂടിയാണ്. മംഗലാപുരത്ത് ഒരു ഗുണ്ടയെ ക്രൂരമായി കൊന്ന കേസിലടക്കം നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും മോഷണ കേസുകളിലുമൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ നജീബ് എന്നത്. ഇയാളും ഇയാളുടെ ഭാര്യയും അതുപോലെ ആരിഫ് എന്ന് പറയുന്ന ഇയാളുടെ പ്രധാന സഹായം ഒരുമിച്ച് ചേർന്ന് എറണാകുളത്ത് ആലുവയിൽ ഒരു വലിയ ഓഫീസ് തുറന്ന് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രിയിലെ ചില ഉന്നതമാരുമായി രഹസ്യധാരണയിലെത്തി വലിയൊരു അവയവ കച്ചവട മാഫിയയ്ക്ക് തന്നെ നേതൃത്വം നൽകി വരികയായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകം പാവപ്പെട്ട മനുഷ്യരെ തുച്ഛമായ പണം കൊടുത്ത് പറ്റിച്ച് ഇവരുടെ വലയിലാക്കിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാവങ്ങളെ കൊണ്ടുവന്ന് വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികളുമായി ബന്ധിപ്പിച്ച് നിയമവിരുദ്ധമായി അവയവദാനത്തിന് ഏർപ്പാടാക്കുന്നത് ഈ നജീബിൻ്റെയും അതുപോലെ ഈ സംഘത്തിൻ്റെയും സ്ഥിരം പരിപാടിയുമായിരുന്നു. ഇവർ തമ്മിൽ പണത്തിൻ്റെ പങ്കുവയ്ക്കലിനെ ചൊല്ലി ഇടയ്ക്ക് ഭിന്നിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഭിന്നത ഉണ്ടായപ്പോഴാണ് ഈ രഹസ്യവിവരങ്ങൾ പുറത്തു വന്നതെന്നുള്ളതും ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയാണെന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്
പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഈ വെളിപ്പെടുത്തലെ തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ അതീവ രഹസ്യമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളാണ് പിന്നീട് കണ്ടെത്തിയത്. കുന്നത്തനാട് പള്ളിക്കരയിൽ സൺ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഒരു അക്ഷയ കേന്ദ്രം പോലുള്ള സ്ഥാപനം നടത്തുന്ന സണ്ണി വർഗീസും അയാളുടെ ഭാര്യ സിനിയും ഈ രണ്ടുപേരുമാണ് ഇടനിലക്കാരനായ നജീബുമായി ചേർന്ന് ഇതിനു വേണ്ട എല്ലാ വ്യാജരേഖകളും ഉണ്ടാക്കുന്നു എന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ പള്ളിക്കരയിൽ തന്നെയുള്ള സൈറ്റ് HD ഡിജിറ്റൽ എന്ന പേരിൽ ഒരു സ്ഥാപനം കൂടി പോലീസ് റെയ്ഡ് നടത്തുകയും അവിടെ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള വ്യാജരേഖകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളായിരുന്നു നജീബിന് വേണ്ട എല്ലാ വ്യാജരേഖകളും, അതായത് ജനപ്രതിനിധികളായ MP-മാരുടെയും MLA-മാരുടെയും മുതിർന്ന പോലീസ് ഓഫീസർമാരുടെയും ഒക്കെ ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ച് നൽകിയിരുന്നത്. അതുമാത്രമല്ല വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഇവർ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് സ്ഥാപനങ്ങളിലും പോലീസ് നടത്തിയ വിശദമായ റെയ്ഡിൽ ഇത്തരം വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകളും ലാബ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ DYSPയുടെയും CAയുടെയും പേരിൽ തയ്യാറാക്കിയ വ്യാജ കത്തുകളും നിരവധി MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ ശുപാർശ കത്തുകളും ഒക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ മുൻ നിയമസഭാ ചീഫ് വിപ്പ് N ജയരാജ്, അതുപോലെ തന്നെ അരൂർ MLA ആയിരുന്ന ദലീമ, KP മോഹനൻ, K രാധാകൃഷ്ണൻ MP, ഹൈബി ഈഡൻ MP തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുള്ള ശുപാർശ കത്തുകളും മറ്റും ഇവർ വ്യാജമായി നിർമ്മിച്ചതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പേരുള്ള നിരവധി വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളുമാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരാൾക്ക് ഒരു അവയവദാനം നടത്തണമെങ്കിൽ അവർ രോഗിയുടെ അടുത്ത ബന്ധുവായിരിക്കണമെന്നത് കർശനമായൊരു നിയമമുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി വലിയ കടമ്പകളെ മറികടക്കേണ്ടതുണ്ട്. ഈ കടമ്പകളിൽ പ്രധാനപ്പെട്ടതാണ് പോലീസിൻ്റെ കൃത്യമായ പശ്ചാത്തല പരിശോധനയും ജനപ്രതിനിധികളുടെ പ്രത്യേക ശുപാർശയും ഒക്കെ. ഇതൊക്കെയാണ് ഈ തട്ടിപ്പ് സംഘം പണത്തിന് വേണ്ടിയിട്ട് വ്യാജമായി നിർമ്മിച്ചു കൊടുത്തത്. അങ്ങനെ കേരളത്തിൽ തുച്ഛമായ ജോലികൾക്ക് അല്ലെങ്കിൽ വീട്ടുജോലികൾക്കും അതുപോലുള്ള ജോലിക്കും വേണ്ടി പണിയെടുക്കാനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളായ നിരവധി ബംഗാളികളെയും ആസാമികളെയും ഒക്കെ ഈ അവയവ മാഫിയയുടെ ക്രൂരമായി ഇരയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ജീവൻ പണയം വെച്ചുള്ള അവയവദാനത്തിന് നക്കാപ്പിച്ച പോലുള്ള ചെറിയ തുക മാത്രമാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഒരാളിൽ നിന്നും അവയവം സ്വീകരിക്കുന്ന വൻകിടക്കാരിൽ നിന്നും 25-30 ലക്ഷം വരെ രൂപ വീതമൊക്കെയാണ് ഈ ഏജന്റുമാരും ആശുപത്രികളും ചേർന്ന് ഈടാക്കിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത്. ഇങ്ങനെ കൊള്ള സംഘത്തിനെതിരെ കേരള പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിനിടയിലാണ് കേന്ദ്ര ഏജൻസിയായ ED ഈ കേസിലേക്ക് വൻ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിക്കൊണ്ടുവരുന്നത്. ഇതോടെയാണ് വലിയ ആശുപത്രി മുതലാളിമാരും രാഷ്ട്രീയ ഉന്നതന്മാരും ഒരുപോലെ കുഴപ്പത്തിലാകുന്നത്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രികൾക്കടക്കം ഇത്തരം അന്തർ സംസ്ഥാന മാഫിയകളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശക്തമായി സംശയിക്കുന്നത്. പിടിയിലായ ഇടനിലക്കാരൻ നജീബിന്റെ ബാങ്ക് സാമ്പത്തിക ഇടപാടുകൾ ED വിശദമായി പരിശോധിച്ചപ്പോൾ പല പ്രമുഖ ആശുപത്രികളിൽ നിന്നും ഇയാൾക്ക് ഓരോ വലിയ ഓപ്പറേഷന് ശേഷവും കൃത്യമായി ലക്ഷക്കണക്കിന് രൂപ പണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത്. അവയവം നൽകിയ പാവപ്പെട്ട പലരെയും അന്വേഷണ സംഘം കണ്ടെത്തി രഹസ്യമൊഴിയെടുത്തപ്പോൾ തങ്ങൾക്ക് അവയവം നൽകി അവർ സ്ഥിരീകരിച്ചെങ്കിലും പണം വലിയ രീതിയിൽ വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നജീബിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ അവയവ കച്ചവട സമയത്തും വലിയ തുകകൾ ആശുപത്രിയിൽ നിന്നും മറ്റും കൈപ്പറ്റിയതായി ED കൃത്യമായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ കറുത്ത സാമ്പത്തിക ഇടപാടിൽ എന്തൊക്കെ ബന്ധമാണ് ആശുപത്രി മാനേജ്മെൻറ്റിനുള്ളത് എന്നുള്ളതാണ് ഈ റെയ്ഡിലൂടെ ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ സാധാരണ ജനങ്ങൾ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് മാറിയിരിക്കുന്നത് എന്നുള്ളതും തീർച്ചയാണ്.